സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട തിരുവനന്തപുരത്തും പാലക്കാടും നടക്കുന്ന പ്രകടനത്തിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്ത് ജലപീരങ്കിയിലെ ജലം ഇല്ലാത്തത് കൊണ്ട് ജലപീരങ്കി പ്രയോഗം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമാണ്. അപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. വിവരങ്ങളുമായി അമൽ തേനംപറമ്പിൽ ചേരുന്നു. അമൽ, ജലപീരങ്കി പ്രയോഗം 10-12 തവണയായി നടത്തുന്നു. ഇപ്പോഴത്തെ പ്രയോഗത്തിന് ജലമില്ലാത്തതിനാൽ ഈ പ്രതിഷേധകർക്കെതിരെ അത് പ്രയോഗിക്കാൻ കഴിയുന്നില്ല എന്ന നിലയിലായിട്ടുണ്ട് അല്ലേ? മോദി ജലപീരങ്കി പ്രയോഗം 17 വട്ടം പിന്നിട്ടു. 18ാം വട്ടം ജലപീരങ്കി പ്രയോഗിക്കാനായി സൈറൺ മുഴങ്ങി. പക്ഷേ സൈറൺ മുഴങ്ങിയതിനു ശേഷം വരാൻ ജലപീരങ്കിയിൽ ജലമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നിർത്തിവെച്ചിട്ടുണ്ട്. 2 വരുൺ വാഹനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു വാഹനത്തിൽ നിന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടത്തുന്നത്. ആദ്യം എത്തിച്ച വാഹനത്തിലെ വെള്ളം പൂർണ്ണമായും തീർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ആ വാഹനത്തിൽ നിന്നും ജലപീരങ്കി പ്രയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി. പ്രവർത്തകർ കൂടി പ്രതിഷേധിക്കുകയാണ്. ഇവിടെ നിന്നും കയ്യിലൊക്കെ വെള്ളം കോരി പോലീസിന് ആ ഭാഗത്തേക്ക് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് പ്രവർത്തകർ എറിഞ്ഞ് പോലീസിനെ പരിഹസിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഇപ്പോഴും നടത്തുന്നു. ഇനിയും സമരം ഇങ്ങനെ നീണ്ടുപോയിട്ടുണ്ട് എങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ വരും വാഹനം പ്രവർത്തകർ നിൽക്കുന്ന ആ ബാരിക്കേഡിനോട് ചേർത്ത് ഇടുകയാണ്. ഇനിയിപ്പോൾ അതിൽ മാത്രമാണ് വെള്ളമുള്ളത്. അതിനാൽ തന്നെ ആ ജലപീരങ്കിയിൽ നിന്നും ഇപ്പോൾ ഒരു വട്ടം കൂടി ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് പ്രവർത്തകരുടെ ഭാഗത്തേക്ക് ജലപീരങ്കി ഇപ്പോൾ വരുൺ വാഹനം ചേർത്തിരുന്നത്. പാലക്കാട് ഇതിനേക്കാൾ സംഘർഷമാണ്. അമലിലേക്ക് തിരികെ